നമസ്കാരം. മുസ്ലിം ലീഗിനെതിരെ അതിനിശ്ചിത വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ ലീഗ് വൈറസ് ബാധിച്ചു കഴിഞ്ഞുവെന്നാണ് യോഗി ആദിത്യനാഥിന്റെ വിമർശനം. കോൺഗ്രസ് ജയിച്ചാൽ ഈ വൈറസ് രാജ്യം മുഴുവൻ പടരുമെന്നാണ് അവകാശവാദം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിന് വർഗീയ മുഖം നൽകാനുള്ള ശ്രമമാണ് യോഗിയിലൂടെ BJP ശ്രമിക്കുന്നതെന്ന് ലീഗും കോൺഗ്രസും ആരോപിക്കുന്നു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. യോഗിയുടെ പരാമർശം ലീഗിന്റെ പേരിൽ വർഗീയ കാർഡോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 881. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. യോഗിയുടെ പരാമർശം ലീഗിന്റെ പേരിൽ വർഗീയ കാർഡോ? ഇതാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് തേടുന്നത്. ആദ്യം പ്രദീപ് വെണ്ണിയൂർ ചേരുന്നു. പ്രദീപ്, ഇവിടെ ഈ പ്രസ്താവന യോഗി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് വന്ന മറ്റൊരു പരാമർശവും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈ പരാമർശങ്ങളിലൂടെയെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടു വഴിയാക്കാനുള്ളൊരു ശ്രമമാണോ? നമസ്കാരം സാർ. ഇത് യഥാർത്ഥം പറഞ്ഞാല് ഈ യോഗി ആദിത്യനാഥിനെ ഒന്നും നമുക്കൊരു ശരാശരി പൊളിറ്റീഷ്യനായിട്ടൊന്നും കണക്കൂട്ടാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വർഗീയ അജണ്ട ഭയങ്കരമായിട്ട്, ഇപ്പം BJP എല്ലാവരും വർഗീയത പറയുന്നതെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ BJP ഉള്ളതിൽ ഇത്തിരി കടുത്ത വർഗീയത പറയുന്ന ഒരാളാണ് ഈ യോഗി ആദിത്യനാഥ്. പക്ഷെ വേറൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് ഒരു പതാകയിലോ അല്ലെങ്കിൽ ഒരു പാർട്ടി ചിഹ്നത്തിലോ അവരുടെ ദൈവങ്ങളുടെയോ മതത്തിന്റെയോ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു സംശയമാണ്, അത്ര ശരിയാണെന്നറിയില്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ ആ പതാകയെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുമ്പോൾ തോന്നുന്നത് ചന്ദ്രക്കല ഇതെല്ലാം ഒരു മതത്തെ, പ്രത്യേകിച്ചൊരു മതത്തെ മാത്രം അത് ഉദ്ധരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പോലെ അതൊരു മതേതര പാർട്ടിയല്ല. മുസ്ലിം ലീഗ് ഒരിക്കലും മതേതര പാർട്ടിയൊന്നുമല്ല, അതൊരു മുസ്ലിങ്ങളുടെ മാത്രം പാർട്ടിയാണ്. അതുകൊണ്ടാണ് അതിനെ മുസ്ലിം ലീഗ് തന്നെ ഇട്ടേക്കുന്നത്. പക്ഷെ അതെങ്ങനെ ആ ഒരു വാദത്തെ അംഗീകരിക്കാനാകും? കഴിഞ്ഞ നാളുകളിലെ ലീഗിന്റെ പ്രവർത്തനം ആ തരത്തിലല്ലേ? അതെ, അല്ല, ഇപ്പം മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും അവർ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്, വലതുപക്ഷത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ അവര് കഠിനമായി എതിർക്കുന്നത് BJP ആണ്. അപ്പോൾ അതിന്റെ ഉള്ളിലെ പശ്ചാത്തലം, അവർക്കും ഉള്ളിലൊരു വർഗീയത, സ്വാതന്ത്ര്യ സമരത്തിന്റെയൊക്കെ ഭാഗമായി BJP-യിലെ തന്നെ പ്രമുഖ നേതാക്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ അത്തരത്തിലാണോ താങ്കളും കാണുന്നത്? ഇല്ല സാർ, അങ്ങനെയല്ല. ഇപ്പോ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്തുള്ള മുസ്ലിം ലീഗ് അല്ല ഇന്ന് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ മുഹമ്മദ് അലി ജിന്നയുമായി അത് അങ്ങോട്ട് പാകിസ്ഥാനിലോട്ട് പോവുകയാണ് ചെയ്തത്. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ ആ ചിഹ്നവും ആ പതാകയും ഒക്കെ അവരുടെ ആ ഫ്ലാഗ് സൂചിപ്പിക്കുന്നത് സാധാരണ ഒരു ജനങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ തോന്നുന്ന ഒരു പെട്ടെന്നൊരിതാണ്. അത്തരം സംശയം ദൂരീകരിക്കേണ്ടത് തന്നെയാണ്. അതിനുള്ളൊരു ശ്രമം താങ്കൾ നടത്തുക. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അബ്ദുൾ റഷീദ് എന്ന പ്രേക്ഷകൻ. ശ്രീ അബ്ദുൾ റഷീദ്, ഈ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പശ്ചാത്തലത്തിലാണ് ഇത്തരം പരാമർശങ്ങളെല്ലാം പ്രധാനമായി ഉയരുന്നത്. പ്രത്യേകിച്ചും ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയുമുള്ള ഈ പരാമർശങ്ങൾ. ഈ യോഗി ആദിത്യനാഥിന്റെ ഈ പരാമർശത്തെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? ഞാൻ കാണുന്നത്, തീർച്ചയായും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി അല്ല. അത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന്. കേരളത്തിലുള്ള വളരെയേറെ മുസ്ലിമീങ്ങൾ അതിന്റെ സമീപനങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരാണ്, അതിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാത്തവരുമാണ്. യോഗി ആദിത്യനാഥിന് എന്ത് അധികാരമാണ് ഇങ്ങനെ പറയാനുള്ളത്, എന്ത് അവകാശമാണ് ഇങ്ങനെ പറയാനുള്ളത്? ഒരു വർഗീയ കാർഡിടക്കി കുറെ വോട്ടുകൾ പിടിക്കുക എന്നതിനപ്പുറം ഇത് ഒരു ഗൗരവമുള്ള ഒരു വിഷയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതേ ഇല്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് പറയുന്നതെങ്കിൽ NDAയോടൊപ്പം പച്ചക്കൊടിയുള്ള രാഷ്ട്രീയ പാർട്ടികളില്ലേ? കേരളത്തിൽ മറ്റും രാഷ്ട്രീയ പാർട്ടികളുമില്ലേ? ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തുന്നതെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എവിടെ എത്തിയിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യേണ്ടത്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി നമ്മുടെ ചർച്ചയിലേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കാവ്യവസ്ത്രം ഉടുത്തുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയായി ഇന്നും നിലനിൽക്കുന്നത്?
കാവ്യവസ്ത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതത്തിന്റെ ആചാരങ്ങളിൽപ്പെട്ടതല്ലേ? അതെന്തുകൊണ്ട് അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല? അപ്പോൾ മുസ്ലിം ലീഗിന്റെ പച്ച കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതെങ്കിൽ അദ്ദേഹത്തോട് സഹതാപമാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തോട് മറുപടി പറയാൻ നമുക്കൊന്നും തന്നെ ഇല്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് നീങ്ങുന്നത്. നന്ദി അഭിപ്രായം അറിയിച്ചതിന്. അബ്ദുൾ റഷീദ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ശിവദാസൻ, ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് ലീഗുമായി ചേർന്നാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും എല്ലാം ഇതുമായി കൂട്ടി വായിക്കുകയാണ് BJP നേതാക്കൾ. ഇന്ന് വന്ന പരാമർശവും ആ തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാമർശങ്ങൾ വന്നിരുന്നു. ഇവിടെ വർഗീയത ഉണ്ട് എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ എടുത്തു പറയുന്നൊരു കാര്യം ഈ മതേതരത്വം എങ്ങനെ പറയുന്നു എന്നുള്ളൊരു ചോദ്യം. എന്താണ് താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എനിക്ക് യോഗിനാഥ് ഇത് പറയാൻ കാരണം രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചുകൊണ്ട് മാത്രമാണ്. വേറെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയില്ല. രാഹുൽ ഗാന്ധി വരുമ്പോൾ ലോകം മൊത്തം അറിയും. യോഗിനാഥ് ഇത് പറയാൻ കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയേണ്ട ഒരു വോയിസ്. പിന്നെ മുസ്ലിം ലീഗ് തന്നെയാണ് കാലകാലങ്ങളിൽ കോൺഗ്രസിനെ കൈവിടാതെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തെയും കാത്തുസൂക്ഷിച്ചത് മുസ്ലിം ലീഗാണ്, വലതുപക്ഷത്തെയും കാത്തുസൂക്ഷിച്ചത് മുസ്ലിം ലീഗാണ്. പക്ഷെ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ആ മലപ്പുറം പൊന്നാനി സൈഡ് കോഴിക്കോട് സൈഡ് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് അവിടെ കടക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവുന്നില്ല. പക്ഷെ ഇപ്പൊ രാഹുൽ വയനാട് വന്നാൽ മാത്രമേ മുസ്ലിം ലീഗിനും ഘടകകക്ഷിയേക്കും കോൺഗ്രസിനും ഒരുവിധം പച്ച പിടിക്കാനും ഇടതുപക്ഷത്തെ ദേശീയ പാർട്ടി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താനുമുള്ള ഒരു അടവാണ്. സീറ്റ് കുറഞ്ഞാൽ ദേശീയ പാർട്ടി അങ്ങ് ഇത് ചേർക്കപ്പെടും, സീറ്റ് നഷ്ടപ്പെടും. പിന്നെ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിരിക്കും ഭരിക്കുന്നത്. കോൺഗ്രസ് പിന്നെ കുറച്ച് കോൺഗ്രസ് ഇല്ലാതാവും. അത് ഇങ്ങനെയുള്ള വർഗീയത പാർട്ടികൾ വികാരം കുത്തിവെക്കുമ്പോൾ ഇപ്പൊ രാഹുൽ ഇവിടെ വന്ന് മുസ്ലിം ലീഗ് കൂടി കൂട്ടുകൂട്ടിയപ്പോൾ ഒരു നേതാക്കുണ്ടായി, BJPക്ക് ഉണ്ടായി. ഹിന്ദുക്കളെ വികാരം ഒന്നുകൂടി കൂട്ടി. ശബരിമല പ്രശ്നത്തിൽ തന്നെ ഇവിടെ ആളി കത്തി സമയത്താണ് വീണ്ടും ഇത് കൊണ്ടുവച്ചത്. ഇത് ഏറ്റവും കൂടുതൽ പരാജയം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരന് പ്രവർത്തകനാണ്. പക്ഷേ നന്ദി. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ രമണൻ, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ നമ്മുടെ ചോദ്യം ലീഗിന്റെ പേരിൽ വർഗീയ കാർഡ് ഇറക്കുകയാണോ BJP, യോഗി ആദിത്യനാഥ് എന്നാണ് ചോദ്യം. അതെ, എനിക്ക് പറയാനുള്ളത് സാറേ, ഈ യോഗി ആദിത്യനാഥിനെ പോലുള്ളവരൊക്കെ ഒരു UP, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ആയ UPയിലെ ഒരു മുഖ്യമന്ത്രിയാണ്. ആ പോസ്റ്റിൽ ഇരുന്നുണ്ട് ഇത്രയും വില കുറഞ്ഞ രീതിയിലുള്ള വർഗീയത ഇളക്കി വിടുന്നത് വളരെയധികം പരിതാപകരമാണ്. കാരണം UPയില് നല്ല മൃഗീയമായ ഭൂരിപക്ഷമുള്ള BJP തെരഞ്ഞെടുക്കപ്പെടാത്തൊരു MLA ആ സമയത്ത് ഈ യോഗിനെ പോലുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അത് തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഇങ്ങനെയുള്ള പദവിയിലൊക്കെ ഇരിക്കുന്നവര് ഇത്തരം വില കുറഞ്ഞ വഴിയിലേക്ക് ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വളരെയധികം ഒരു വില കുറഞ്ഞ ഏർപ്പാട് തന്നെയാണ്. അത് മോശം. ശരി. കോയമ്പത്തൂരിൽ നിന്നും രമണൻ എന്ന പ്രേക്ഷകൻ. പത്തനംതിട്ടയിൽ നിന്നും അനിൽകുമാർ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ അനിൽകുമാർ, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്നാണല്ലോ ഇത്തരം പരാമർശങ്ങളും കാര്യങ്ങളും എല്ലാം ഓരോ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള ഒരു അവകാശമില്ലേ? കേൾക്കുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? കേൾക്കുന്നുണ്ട്. പറയൂ, എന്താണ് താങ്കളുടെ നിലപാട്? വയനാട്ടിൽ മത്സരിക്കുന്നതിനോ അല്ല ഇന്ത്യയിൽ എവിടെയാണ് കാശ്മീരിൽ മത്സരിക്കുന്നതിനോ രാഹുൽ ഗാന്ധിക്ക് യാതൊരു വിഷയമില്ല, ഉള്ള കാര്യമല്ല. ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം വർഗീയ ലീഗ് ഒരു കാണാകും എന്ന് പറഞ്ഞു. ശ്രീ അനിൽകുമാർ, താങ്കളുടെ താങ്കളുടെ സംഭാഷണം വ്യക്തമല്ല, ക്ഷമിക്കുക. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രശ്നം. ശ്രീ വിഷ്ണു, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വർഗീയ കാർഡ് ഇറക്കാത്ത ഒരു പാർട്ടിയില്ല. എല്ലാ പാർട്ടികളും വർഗീയ ഇറക്കുന്നുണ്ട്. BJP ഇറക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ഇറക്കുന്നുണ്ട്, കോൺഗ്രസ് ഇറക്കുന്നുണ്ട്, CPM ഇറക്കുന്നുണ്ട്, എല്ലാവരും. എന്തിന് CPM പോലും. അപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഭരണത്തിൽ കയറുമ്പോൾ എന്തോ ചെയ്യുന്നു എന്നുള്ളതാണ്. BJP കഴിഞ്ഞ 5 വർഷമായിട്ട് ഗവൺമെന്റിൽ കയറിയിട്ട് അവർ ചെയ്തത് ശരിക്കും രാജ്യത്തും അവർ നല്ല കാര്യങ്ങൾ കുറെ കൊണ്ടുവന്നു. പക്ഷെ മനപ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ കുറെ മനുഷ്യരുടെ ഇടയിൽ വിരോധം കുത്തിവെക്കുന്ന രീതിയിൽ കാര്യം ചെയ്യുന്നു. പിന്നീട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ അത് മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി,
ആരാണ് രാജ്യത്തിന്റെ ഒന്നത് ഇന്ത്യയുടെ സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു ബേസിക് ഡിഫൻസീവ് നേച്ചറാണ്. നമ്മുടെ പോസിറ്റീവായിട്ടൊരു കാര്യം എടുത്ത് ഇന്ദിരാഗാന്ധി മാത്രമേ ഉള്ളൂ. സിക്കിം നമ്മുടെ രാജ്യത്തിനോട് ചേർത്തു. നമ്മുടെ രാജ്യത്തിന്റെ രാജ്യനിർഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഏരിയ, ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ, ഡിസ്റ്റർബൻസ് ഏരിയ, അത് കൂട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ റിസോഴ്സ് കൂട്ടുക, നമ്മുടെ രാജ്യത്തിന്റെ ശക്തി കൂട്ടുക, അത്ര മാത്രമേ ഇവർക്ക് എയിം പാടുള്ളൂ, വേറെ ഒന്നും പാടില്ല. ശരി. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. പാലക്കാട് നിന്ന് യൂസഫ് എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ യൂസഫ്, ഇന്ന് ഈ പ്രസ്താവന വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ യോഗി ആദിത്യനാഥിൻ്റെ അഭിപ്രായം വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടക്കമുള്ള നേതാക്കൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ, ഇത്തരം വാക്കുകൾക്ക് പിന്നിൽ ഉത്തർപ്രദേശിലെ ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. എന്താണ് താങ്കളുടെ നിലപാട്? ഹലോ സാറ്, ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ടാണ് ഈ ഹലോ കേൾക്കുന്നുണ്ട്, തുടരാം. ഹലോ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുന്നു. ചേർത്തലയിൽ നിന്നും പ്രകാശൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ പ്രകാശൻ, എന്താണ് താങ്കൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഞാൻ പറയുന്ന കാര്യം, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഈ ഉത്തർപ്രദേശിൽ നിൽക്കുന്ന ആദിത്യനാഥിന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നത് കൊണ്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ എന്റെ കാര്യം എന്താണ്? അദ്ദേഹത്തോട് പറയാം, ഞങ്ങൾ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഈ രാജ്യം പടുത്തുകൊത്തിക്കൊണ്ട് വന്ന ആളുകൾ. അല്ലാതെ മിനിഞ്ഞാന്ന് പറഞ്ഞ BJP-യിലെ നരേന്ദ്രമോദി ഒന്നും അല്ല ഇവിടുത്തെ വലിയ ആളൊന്നും അറിയാം. നരേന്ദ്രമോദി എന്ത് ചെയ്യുമെന്നാ പറയണത്? ഒന്നും ചെയ്തില്ല, എല്ലാവരെയും ദ്രോഹിക്കുകയാണ് ചെയ്തത്. ശ്രീ പ്രകാശൻ, അമേഠിയിൽ തോൽക്കും എന്ന ഭയം കൊണ്ടാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നതെന്നാണ് BJP അവകാശപ്പെടുന്നത്. അത്തരമൊരു ഭയം കോൺഗ്രസിന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെ അടക്കം കൂട്ടുപിടിച്ച് മത്സരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ് ഇങ്ങനെ തലയെ മുട്ട കടിച്ച് നിങ്ങൾ കാണിച്ചോണ്ടിരിക്കുകയല്ലേ? കൊള്ളക്കാരനെ അറിയാം. ജാതിയാണ് കളിക്കുന്നത് രാജ്യത്ത്. ജാതിയൊന്നുമല്ല. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ എല്ലാ ജാതിക്കാരും ഉൾക്കൊള്ളുന്ന ഒരാളുകളാണ് ഞങ്ങൾ. ശരി, നന്ദി. ചേർത്തലയിൽ നിന്നും പ്രകാശൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. മസ്കറ്റിൽ നിന്നും മുജീബ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ മുജീബ്, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത്തരം ഈ പ്രസ്താവനയെ ഏതു തരത്തിലാണ് കാണുന്നത്? ആദ്യമേ തന്നെ നമ്മുടെ ഈ ചാനലിന് ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം സ്വാതന്ത്ര്യം തരുന്നതിൽ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. സാർ, ഇത് വളരെയധികം ഇന്ത്യയിൽ വൈറസ് ബാധിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസിന്റെ വൈറസ് എന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥ്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ സാർ, ഈ യോഗി ആദിത്യനാഥ് ഇന്ത്യയുടെ വൈറസാണ്. എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഓക്സിജൻ കൊടുക്കാതെ കൊന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആ മനുഷ്യനാണ് ഇത് പറയുന്നത് ലീഗാണ് വൈറസ് എന്ന്. സാർ, ലീഗാണോ വൈറസ്? ശരിക്കും ഇന്ത്യയിലുള്ള ഓരോ പൗരനും ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, പ്രവർത്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ സാർ ഇത്? സാർ, ഇത് ആരാണ് വൈറസ്? ശരിക്കുള്ള വൈറസ് ഇന്ത്യയിൽ ഇപ്പൊ വൈറസ് ഈ ആദിത്യനാഥും ഈ മോദിയും ഒക്കെ തന്നെയല്ലേ സാർ വൈറസ്? ഒന്ന് ചിന്തിച്ച എല്ലാ മനുഷ്യനും മനസ്സിലാവില്ലേ? മതേതരത്തെ ഇന്ത്യയെ വർഗീയ ഇന്ത്യയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ സാർ അവര്? ശരി സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇത് വർഗീയ ഇന്ത്യയാക്കിക്കൊണ്ടിരിക്കുന്നവര്. ഞങ്ങൾ വർഗീയക്കാരല്ല. കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളവരാണ് കോൺഗ്രസിലുള്ളത്. 55 വർഷം ഇന്ത്യ ഭരിച്ച രാജ്യമാണ് സാർ. 55 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ മുജീബ്. രാജ്യത്തെ വിഭജിക്കാൻ കൂട്ടുനിന്നത് അവരാണ് എന്ന തരത്തിലും പ്രസ്താവനകൾ വരുന്നു. മുസ്ലിം ലീഗുമായി ചേർന്നപ്പോൾ രാഹുൽ മത്സരിക്കുന്നതുമായി കൂട്ടിച്ചേർത്ത് പറയുന്ന പ്രധാന പ്രസ്താവനകളിൽ ഒന്ന് രാജ്യം വിഭജിക്കാൻ കാരണം മുസ്ലിം ലീഗ് ആണെന്നാണ് ആരോപിക്കുന്നത്. ചരിത്രം അറിയുന്നവർക്ക് അറിയാം. നമുക്കറിയാം മുഹമ്മദ് അലി ജിന്ന വഴിയും ബ്രിട്ടീഷ് ഭരണം വിടുന്ന സമയത്ത് അന്ന് നടന്ന ഓരോ അവരുടെ ബ്രിട്ടീഷുകാരന്റെ ബുദ്ധി ആയിരുന്നെന്നും അതിനെ വിഭജിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി ഏറ്റവും വലിയ രാഷ്ട്രത്തിലെ നിന്ന് അവർക്ക് അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ ഇന്ത്യയെ വിഭജിച്ചതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇന്ത്യ 2 വിഭജിച്ചു, പിന്നെ 3 വിഭജിച്ചു. അത് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ശരി, നന്ദി മുജീബ് സംസാരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. താമരശ്ശേരിയിൽ നിന്നും റിയാസ് എന്ന പ്രശ്നത്തിലേക്ക്. ശ്രീ റിയാസ്, എന്താണ് ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാതെയാണ് യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ സംസാരിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ലീഗിൻ്റെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്? അല്പം മുമ്പ് സംസാരിച്ചൊരു പ്രേക്ഷകനും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് റിയാസിൻ്റെ നിലപാട്? ചരിത്രം യോഗി ആദിത്യനാഥിനും അതേപോലെ നരേന്ദ്രമോദിക്കൊന്നും അറിയാനിട്ടല്ല, ചരിത്രത്തെ വളച്ചൊടിച്ചിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് UP-യിലൊക്കെ അടക്കമുള്ള
സംസ്ഥാനങ്ങളിൽ BJP നേരിടാൻ പോകുന്ന കനത്ത തോൽവിയെ ഭയപ്പെട്ടിട്ട് അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന സീറ്റുകൾ ഈ സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാന്നുള്ള മോഡിജിയും യോഗി ആദിത്യനാഥിന്റെ ഒക്കെ കുതന്ത്രത്തെ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, തുടരാം. അവരുടെ ആ കുതന്ത്രത്തെ തകർക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയും ശക്തമായ ഇന്നലെയൊക്കെ നടന്ന റോഡ് ഷോയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. കിലോമീറ്ററുകളോളം താണ്ടിയിട്ടാണ് അവിടേക്ക് ജനങ്ങൾ എത്തുന്നത്. രാവിലെ 4 മണി മുതൽ വയനാട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ വിരളി പിടിച്ചിട്ട് വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് ഈ നാട് വിഭജിച്ച് ഇനി വീണ്ടും വിഭജിക്കാനുള്ള രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് യോഗി ആദിത്യനാഥ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞു എന്താ മുസ്ലിം ലീഗാണ് ഇന്ത്യ വിഭജിക്കാൻ കാരണം. അത് ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗാണ്. ഇത് കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ 1948 രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളെക്കാളും. പക്ഷേ ശ്രീ റിയാസ്, അത്തരത്തിലല്ല കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത്. അത് എത്രത്തോളം തടയാൻ കഴിയും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എത്രത്തോളം ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഉത്തരേന്ത്യയിലെ BJPയിലെ ചെറിയ ബെൽറ്റില് ചിലപ്പോൾ ഈ പ്രചരണം യേശും. പക്ഷെ ഇപ്പോഴുള്ള ജനങ്ങളൊക്കെ ബോധവാന്മാരാണ്. മുസ്ലിം ലീഗ് പാർട്ടി. നന്ദി അഭിപ്രായം അറിയിച്ചതിന്. മലപ്പുറത്ത് നിന്ന് സയനാർ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. സയനാർ, ഈ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നു. ഇന്ന് ഒരു പടി കൂടി കടന്നാണ് യോഗി ആദിത്യനാഥ് പ്രസ്താവന നടത്തിയത്. കഴിഞ്ഞ ദിവസം പച്ചക്കൊടിയെ ചൂണ്ടിക്കാട്ടിയാണ് പ്രസ്താവന നടത്തിയതെങ്കിൽ ഇന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വൈറസ് ആണെന്നാണ്. വൈറസ് ആണോ ലീഗ്? അത് ആ വൈറസ് കോൺഗ്രസിനെയും പടർന്നു പിടിക്കും. അത് പിന്നീട് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ മുഴുവൻ കാർന്നു തിന്നുമെന്നാണ്. അപ്പൊ ഈ BJPക്കാരാണ് ഈ കാവ്യൊക്കെ കൊടുത്ത് നടക്കുന്നവര്, മനുഷ്യരൊക്കെ കൊന്നെടുക്കുക. ഇവിടെ എന്ത് യാഥാർത്ഥ്യമാണ്, എന്ത് മനുഷ്യത്വമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്നത്? ഒരു മനുഷ്യത്വം ഇല്ലാത്ത കുറെ ജനങ്ങള്. മുസ്ലിം ലീഗ് പറഞ്ഞാൽ അവരുടെ കൊടി ഒരു പ്രശ്നമാണ്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വപരമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വരാനുള്ള സാധ്യത നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളൊരു പച്ചക്കൊടി പിടിച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് കൊടിയാവാം, മനസ്സിലാണ് നന്മ വേണ്ടത്. കൊടി ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ BJP പറഞ്ഞ കാവ്യ വസ്ത്രം അണിഞ്ഞ് മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ രാജ്യത്ത് വന്നതിന് നമുക്ക് എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല. ഇവിടെ എന്താ പറയുക, നമ്മുടെ ഹ്യൂമൻ എത്തിക്സ് നശിച്ച് ഒന്നും അല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിംകാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഈ കൊടിയും കോണമൊക്കെ മാറ്റിയിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിഹ്നം ഉണ്ടാക്കി അവര് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവര് അങ്ങനെ തീവ്രവാദികളൊന്നുമല്ല കേട്ടോ മുസ്ലിം ലീഗുകാർ. മനുഷ്യത്വമുള്ള, ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും മനുഷ്യത്വമുള്ളതാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ. പക്ഷെ അവരുടെ കൊടി ഒരു പ്രശ്നമായി മാറ്റുന്നത് BJPയുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു പ്രോഗ്രാമായിട്ട് മാറ്റേണ്ട ഒരു പ്രശ്നമാണ്. കൊടിയാണ് പ്രശ്നം. ആ കൊടിയാണ് അവർ ഉന്നയിക്കുന്നതും. ആ കൊടി ഒരു പ്രശ്നമാണ്. ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് പറയും. നമ്മളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മറ്റുള്ള മതസ്ഥർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതെന്തിനാണ് പിടിച്ചു തൂങ്ങി അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യം? ഓക്കെ, നന്ദി. മലപ്പുറത്ത് നിന്ന് സയനാർ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. അരീക്കോട് നിന്ന് വിജയകുമാർ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ വിജയകുമാർ, ആ പ്രസ്താവനയെ താങ്കൾ ഏത് തരത്തിൽ കാണുന്നു? അത് നമ്മുടെ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വർഗീയതയിൽ തന്നെയാണ് അവിടെയൊക്കെ ഈ BJP ആണേലും BJP പൊതുവെ വിജയിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ആ പരാമർശം കൊണ്ട് ഇവിടെ ഒന്നും ഏൽക്കില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെയാണോ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്? കാരണം ഉത്തരേന്ത്യ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ആണല്ലോ കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം. അവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക, അതിൻ്റെ ഒരു പശ്ചാത്തലം കൊണ്ട് മനസ്സിലാക്കി തന്നെ ആകുമോ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്? അത് കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ ഇനിയിപ്പോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വർഗീയതയുടെ പേരിലൊരു ഇത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തിയാലും വിജയിക്കാമെന്ന് അവർക്കറിയാം. അപ്പോൾ മാക്സിമം സീറ്റ് UP ആണല്ലോ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് സീറ്റുള്ള 80 സീറ്റുള്ള. അത് മാക്സിമം നേടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടി കഴിഞ്ഞാൽ ഭരണം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നു. അതായിരിക്കും. ശരി, നന്ദി
വിജയകുമാർ പ്രതികരണം അറിയിച്ചതിന്. കണ്ണൂരിൽ നിന്നും രാമചന്ദ്രൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീ രാമചന്ദ്രൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട്, അഭിപ്രായം, വിലയിരുത്തൽ. അയാൾ പറഞ്ഞതിൽ എന്താ സത്യമല്ല സാറേ? ഈ ഇന്ത്യക്ക് എതിരായിട്ട് കാശ്മീരിൽ യുദ്ധം ചെയ്തതാരാ? ആരാ ഇത് ഇന്ത്യക്ക് എതിരായിട്ട് ഒന്ന്? രണ്ടാമത് ഇവിടെ നടക്കുന്ന അത്ര സ്വർണ്ണവേട്ടകള്, സ്വർണ്ണക്കള്ളക്കടത്തുള്ള ആരാ ചെയ്യുന്നത്? പിന്നെ ഇവിടെ ഈ രാഹുൽ ഗാന്ധി എന്തിനാ ഇവിടെ കണ്ണൂർ എന്നിട്ട് വയനാട് വന്ന് മത്സരിക്കേണ്ട ആവശ്യം? മാർക്സിസ്റ്റ് പാർട്ടിനെ ഇല്ലാതാക്കണം, എന്നിട്ട് അത് കയ്യും കാലില്ലാത്തത് മിഴുങ്ങണം. അതുവേണ്ടി മാത്രമാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധിക്കില്ലേ? ഇന്ത്യയിൽ എവിടെയും സംബന്ധിച്ചേക്കാം. ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ വന്നിട്ട് എന്തിനാ? ഇവിടെ ഈ പാർട്ടി ജയിച്ചാലും ഇവർക്ക് 10 കിട്ടിയാലും അവർക്ക് 10 കിട്ടിയാലും എല്ലാം ഒരു ഇതിലല്ലേ പോകുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വന്നിട്ട്? എന്നുവെച്ചാൽ കണ്ണൂരിൽ വാർഡ് മത്സരിച്ചാൽ ഈ മുസ്ലിംസിന്റെ വോട്ടെല്ലാം അവർക്ക് കിട്ടും. അത് ഉറപ്പുകൊണ്ട് തന്നെയാണ് അവർ വന്നിട്ട്. അപ്പൊ കണ്ണൂര്, കോഴിക്കോട്, വടകര ഇതെല്ലാം അവരുടെ കയ്യിൽ ഒതുങ്ങും. അപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാവണം. ആ ഒരൊറ്റ ചിന്താഗതി കൊണ്ടാണ് അയാൾ ഇവിടെ വന്ന്, അല്ലെങ്കിൽ കർണാടകത്തിൽ പോയിക്കൂടെ, എന്തൊക്കെ തമിഴ്നാട്ടിൽ പോയിക്കൂടെ? എന്തുകൊണ്ട് അവിടെ നിന്ന് പോകാത്ത? അവിടെ പോയി ഒരു സീറ്റ് കിട്ടി, അത് ലാഭമല്ലേ? അതൊന്നും ഉദ്ദേശിക്കാതെ അദ്ദേഹം വന്നതിന്റെ കാര്യം കയ്യും കാലില്ലാത്ത മിഴുങ്ങാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് വേണം ഇവര്. അല്ലാണ്ട് ഈ മുസ്ലിംസ് പറയുന്നത് ഇപ്പൊ മലപ്പുറത്ത് തന്നെ 2 ഇവിടെ ഹോട്ടലിൽ പോയി സംസാരിച്ച ആരോടാണ് ഇവർ? ആരായിട്ടാണ് കൂട്ടുകൂടിയത്? വേറെ മാർക്സിസ്റ്റ് പാർട്ടി ആയിട്ടാ? അല്ലല്ലോ. അതുകൊണ്ട് അവര് മനഃപൂർവ്വം തന്നെ ഈ പറഞ്ഞ സത്യം തന്നെയാ. അവര് ഇങ്ങനെ ഇപ്പം 3 സീറ്റ് ചോദിച്ചാൽ യോഗി ആദിത്യനാഥ് പറയുന്നത് ശരിയായ കാര്യമാണ് എന്നാണ് താങ്കൾ പറയുന്നത്? 3 സീറ്റ് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നിയമസഭയിൽ എത്ര സീറ്റാ പറഞ്ഞു ഉറപ്പിച്ചെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ശ്രീ രാമചന്ദ്രൻ, ഇവിടെ യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാ, അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാ. ഇപ്പൊ വിഴുങ്ങണ്ടിട്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഈ മാർക്സിസ്റ്റ് പാർട്ടിനെ ഇല്ലാതാക്കണം, എന്നിട്ട് വേണം ഈ കയ്യും കാലിലത്തിന് വിഴുങ്ങണ്ടിട്ട് അവരെ ഇവിടെ വന്നത്. ശരി, നന്ദി. ശ്രീ രാമചന്ദ്രൻ പ്രതികരിച്ചതിന്. കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. എബ്രഹാം എന്ന പ്രേക്ഷകൻ. ശ്രീ എബ്രഹാം, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധിയെ തടയാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇത്തരം വർഗീയപരമായ പരാമർശങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട പാർട്ടികളുമെല്ലാം പറയുന്നത്. യോഗി ആദിത്യനാഥ് തന്നെ ഒരു ഒന്നാന്തരം വർഗീയവാദിയാണ്. അയാൾ യോഗിയുടെ കഷായ വസ്ത്രം ധരിച്ച് ഈ അധികാരത്തിൽ കയറി ഇരിക്കാൻ അയാൾക്ക് എന്താണ് അവകാശം? അയാൾ വല്ല അമ്പലത്തിൽ പൂജാരിയായിട്ട് പോവില്ല വീട്ടിൽ. അയാൾ ഈ പശുക്കളെ കൊണ്ടുപോകുന്ന ആൾക്കാരെ വെട്ടിക്കൊല്ലാൻ അയാൾ നേതൃത്വം കൊടുക്കുന്നില്ലേ? അയാളുടെ ഭരണം എന്തുമാത്രം ശിശുക്കൾക്ക് ഓക്സിജൻ കിട്ടാതെ മരിച്ചു. അയാളുടെ ദുർഭരണം തന്നെയാണ്. ഈ മോദി ഭരിച്ചിട്ട് ലക്ഷക്കണക്കിന് കോടികൾ ഓരോരുത്തർ തട്ടിക്കൊണ്ട് വിദേശത്തേക്ക് കടന്നില്ലേ? നോട്ട് നിരോധനം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കഷ്ടപ്പെട്ടില്ലേ? ഇതെല്ലാം ഈ മോദിയുടെ ദുർഭരണവും യോഗി ആദിത്യനാഥ് ഭരിച്ചാൽ അവരുടെ ഉദ്ദേശം തന്നെ ഇവർ സർവാപത്ത് നടത്തുക എന്തിനാണ്? അത് തന്നെ വർഗീയതയുടെ അങ്ങേയറ്റമല്ലേ? ഇതെല്ലാം കാണിക്കുന്നത് ഈ രാജ്യത്തെ മറ്റുള്ള ആൾക്കൊക്കെ എല്ലാം നിഷ്കാസനം ചെയ്യുക. ഈ യോഗിയെ പോലെയുള്ള കിരാതന്മാർക്ക് രാജ്യം പങ്കിട്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മറ്റ് ജനങ്ങളാരും ഇവിടെ ജീവിക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. ഈ പശുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന ആൾക്കൂടെ നന്ദി. എബ്രഹാം സംസാരിച്ചതിന്. കോട്ടയത്ത് നിന്നാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. കൊട്ടാരക്കരയിൽ നിന്നും സജി എന്ന പ്രശ്നത്തിലേക്ക്. സജി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന, അതിനെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? ലീഗിന്റെ പേരിൽ ഒരു വർഗീയ കാർഡ് ഇറക്കുകയാണോ എന്ന നമ്മുടെ ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം. ഹലോ, കേൾക്കുന്നുണ്ട്, പറയാം. സാറേ, ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷത്തിൻ്റെതായിട്ടുള്ള വർഗീയതയായാലും രണ്ടും വർഗീയത തുല്യമാണ്. അതിന് യാതൊരു മാറ്റവും. പക്ഷെ യോഗി ആദിത്യനാഥ് പറഞ്ഞതുകൊണ്ട് നമുക്കിതിനെ അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കൊടിയുടെ കളർ ആദ്യം പറഞ്ഞു. അതിനെക്കാട്ടിലുപരി ഏറ്റവും കൂടുതൽ ഇന്ത്യയില് ഇതിനെയൊക്കെ ഈ BJPയുടെ ഈ വർഗീയ ചീട്ട് ഇറക്കുന്നതിന്റെയൊക്കെ മുൻപ് ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ കാലം തൊട്ടെന്ന് പറഞ്ഞാൽ എന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക അന്ന് മുതൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ശരിക്കും വർഗീയ പാർട്ടി തന്നെയാണ്. അതിന് യാതൊരു മാറ്റമില്ല. അവരെന്ത് നടത്തി, സമൂഹത്തിൽ എന്ത് നടത്തി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ആദര പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഈ ലീഗ് പറഞ്ഞതായാലും ഈ ആദിത്യനാഥ് പറയാൻ അതിന് യാതൊരു അർഹതയുള്ള ഒരു വ്യക്തിയല്ല. ഓക്കെ, നന്ദി സജി ജോൺ സംസാരിച്ചതിന്. കൊല്ലത്ത് നിന്ന് സാലി എന്ന വ്യക്തിയാണ് അടുത്ത ഈ ടെലിഫോൺ ലൈനിലുള്ളത്. ഇവിടെ നമുക്കറിയാം ലീഗ് വൈറസാണ്. ആ വൈറസ് കോൺഗ്രസിലൂടെ ബാധിച്ച് രാജ്യത്തെ മുഴുവൻ ബാധിക്കും എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അത് എത്രത്തോളം
ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സ്വീകാര്യതയുള്ളതാണ്? അത് എത്രത്തോളം ഈ പ്രസ്താവന രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും? കേൾക്കാമോ? സാലി, പറയൂ താങ്കളുടെ. യോഗി ആദിത്യനാഥ് എന്നുള്ള ഒരു വ്യക്തി ഇത് പറയാൻ ഒരു യോഗ്യനല്ല. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി. യുപിയിലെ എത്രയോ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ഒരു കൊലപാതക കൂടിയായ അദ്ദേഹം വൈറസ് ബാധിക്കുന്ന അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ വൈറസ്. അദ്ദേഹത്തിന് നോക്കുന്നവർക്ക് പോലും ചെറുപക്ഷ വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും വൃത്തികെട്ട നീക്ഷനായ ഒരു മനുഷ്യൻ മുസ്ലിം ലീഗിനെ കുറിച്ചല്ല കോൺഗ്രസിനെ കുറിച്ച് പറയാനുള്ള ഒരു അധികാരവും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സാണ് ആദ്യം ക്ലിയറാവേണ്ടത്. ജയിലിലടക്കേണ്ട പുള്ളിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ രാജ്യത്ത് ഇതിലും പലരും പ്രതീക്ഷിക്കാൻ പറ്റും. അതിന്റെ പേരിൽ അപകടകാരിയായ ഇവരെ പോലുള്ളവരെ ജനം തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ പൊതുനിരത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് എനിക്ക്. പക്ഷേ ഇത്തരം പരാമർശങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നന്നായി ചർച്ച ചെയ്യപ്പെടും. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്? ഇത്തരം പരാമർശങ്ങളെ കോൺഗ്രസ് അടക്കമുള്ള എതിർപക്ഷത്തുള്ളവർക്ക് ഏതു തരത്തിൽ അതിന് മറികടക്കാനാകും? തീർച്ചയായിട്ടും ജനാധിപത്യത്തെ കുറിച്ച് വിശ്വസിക്കുന്നവർ ജനാധിപത്യത്തിലൂടെ തന്നെ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടാൻ ആഗ്രഹിക്കും. പക്ഷേ വർഗീയപരമായി ചിന്തിക്കുന്നവർ ഒരു കാരണവശാലും സമൂഹത്തിനെ ശിഥിലമാക്കാനല്ലാതെ നന്മയിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അതിന്റെ പേരിൽ ജനാധിപത്യമാണ് നമുക്ക് ആവശ്യം. ഇവരെപ്പോലുള്ളവരെ ഒറ്റപ്പെടുത്തുക. നന്ദി സാലി സംസാരിച്ചതിന്. എറണാകുളത്ത് നിന്ന് രാജൻ എന്ന പ്രശ്നത്തിലേക്ക് പോകാം. ശ്രീരാജൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാട്, അഭിപ്രായം, ഈ വിഷയം ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക, പ്രത്യേകിച്ചും മറ്റ് ഉത്തരേന്ത്യൻ വടക്കൻ സംസ്ഥാനങ്ങളിൽ? ഞാൻ സംസാരിച്ചോട്ടെ? പറയൂ സാറേ. ഞാൻ ഇപ്പോ ഇതിനകത്ത് ഈ വർഗീയതയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചാണ്. കാരണം കേരളത്തിലെ ജനങ്ങള് ഒരു വർഗീയത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിലേക്ക് പോവാറില്ല. എന്നിരുന്നാലും ഇവിടെ മുസ്ലിം ലീഗ് അതിന്റെ തലപ്പത്തുള്ള ജനങ്ങൾ മൊത്തം നമ്മുടെ കേരളത്തിലെ വേണ്ടപ്പെട്ട അധികാരികളായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഇ.ടി. മുഹമ്മദ് ബഷീർ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇവിടെ ഒരു കോളേജിലെ ഒരു സ്കൂളിലോ ഒരു ഇനാഗുറേഷനോ ഒരു ഫംഗ്ഷനിലോ പോയി ഒരു നിലവിളക്ക് എടുത്ത് കൊളുത്താൻ പറയുമ്പോൾ അത് അവർക്ക് പറ്റില്ല എന്ന് പറയുന്നത് വളരെ നിരാശകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചിന്തിക്കണ ഇതൊരു വർഗീയ പാർട്ടിയാണ്. എന്തുകൊണ്ട് നമുക്കത് പാടില്ല? നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലല്ലേ ഈ ബഹുമാനപ്പെട്ട ചെന്നിത്തലൻ, കാർത്തിക സാറൊക്കെ ഇവരൊക്കെ ഇതിനകത്തോളം ഉണ്ടായിരുന്നല്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർക്ക് ഇതിനകത്തുള്ളതല്ലേ? അവർക്ക് പറയാൻ പാടില്ലേ? അപ്പൊ അതുകൊണ്ട് സമയത്തിന്റെ പ്രശ്നമുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ടും ഞാൻ ഇടപെടുന്നു. എന്തായാലും ഇന്നത്തെ ചോദ്യം, അതായത് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെതിരെ അതിനിശ്ചിത വിമർശനവുമായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയത്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ ലീഗ് വൈറസ് ബാധിച്ചു കഴിഞ്ഞുവെന്നാണ് യോഗി ആദിത്യനാഥ് പ്രസ്താവന നടത്തിയത്. ഇത് വർഗീയ കാർഡോ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ആയിരുന്നു പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിച്ചത്. പ്രതികരണങ്ങൾ അറിയിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.